ആശിഷമേകും വിശുദ്ധ ദിനം കർത്തൃദിനമാം ശുഭ ആശിഷമേകും വിശുദ്ധ ദിനം സൃഷ്ടാവാം ദൈവത്തെ ഓർക്കും ദിനം കർത്താവിനെ ആരാധിക്കുന്ന സൃഷ്ടാവാം ദൈവത്തെ ഓർക്കും ദിനം കർത്താവിനെ ആരാധിക്കുന്ന
വാഴ്ത്തപ്പെട്ട പരിശുദ്ധ ദൈവമേ, ഈ വിശുദ്ധ ശബത്തിൽ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വരുവാൻ സാധിച്ചതിന് സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് ഞങ്ങളെ ദൈവസന്നിധിയിൽ ശക്തീകരിക്കണമെന്ന് യേശുവിൻ്റെ പൊന്നുനാമത്തിൽ യാചിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസം കൂടി കാണുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ഈ വിശുദ്ധ ശുശ്രൂഷയിൽ പല ഭവനങ്ങളിലിരുന്നു കൊണ്ട്, പല ദേശത്തിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ വിശുദ്ധ ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷയുടെ തുടർച്ചയായി നമുക്കേവർക്കും ചേർന്ന് നമ്മുടെ പാഠപുസ്തകത്തിലെ 123 ഗാനം, യേശുവേ അപേക്ഷ കേൾക്കണമേ എന്ന ഗാനം നമുക്കേവർക്കും ചേർന്ന് പാടാം. 123 ഗാനം. യേശുവേ അപേക്ഷ കേട്ടു മാറിപ്പോകല്ലേ, അന്യരെ നീ കൈക്കൊള്ളുമ്പോ എന്നെ തള്ളല്ലേ. യേശുനാഥാ എന്നെ നോക്കുകേ, അന്യരെ നീ കൈക്കൊള്ളുമ്പോ എനിക്ക് മാപ്പു നൽകുകേ. യേശുനാഥാ എന്നെ നോക്കുകേ, അന്യരെ നീ കൈക്കൊള്ളുമ്പോ എന്നെ തള്ളല്ലേ. നിൻ പ്രഭാവത്തിങ്കൽ മാത്രം ആശ വയ്ക്കുന്നേ, വേദനപ്പെടുമെന്നാത്മം സൗഖ്യമാകുകേ. യേശുനാഥാ എന്നെ നോക്കുകേ, അന്യരെ നീ കൈക്കൊള്ളുമ്പോ എന്നെ തള്ളല്ലേ. എന്നാശ്വാസമാകും പോറ്റേ എന്റെ ജീവനേ, സ്വർഗം ഭൂമിയെങ്ങും ആരും നീയല്ലാതില്ലേ. യേശുനാഥാ എന്നെ നോക്കുകേ, അന്യരെ നീ കൈക്കൊള്ളുമ്പോ എന്നെ തള്ളല്ലേ. വെളിപ്പാട് പുസ്തകം 16 അധ്യായം അതിൻ്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 16 അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അത് ഇങ്ങനെ വായിക്കുന്നു: അഞ്ചാമത്തവൻ തൻ്റെ കലശം മൃഗത്തിൻ്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. അപ്പോൾ അതിൻ്റെ രാജ്യം ഇരുണ്ടുപോയി. അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചും കൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. ആറാമത്തവൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു.
കിഴക്കുനിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെപ്പോലെ വരും. തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. ഈ തിരുവാക്യങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. നമുക്ക് നമ്മുടെ തലകളെ ഉണക്കി പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസം കൂടി കാണുവാനായിട്ട് നിങ്ങളെ സഹായിച്ചതുകൊണ്ട് നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കർത്താവ് നിങ്ങൾക്ക് നല്ലവനും വല്ലഭനുമായ നടികളെ അനുഗ്രഹിച്ച് കാത്തുപരിപാലിച്ചു. ദിനം പ്രതി കർത്താവെ അനേക ആയിരങ്ങൾ ഈ മഹാമാരിയുടെ പിടിയിൽപ്പെട്ട് ലോകത്ത് നിന്ന് മൺമറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒന്നും പുകഴുവാനില്ലാത്ത അടിയങ്ങളെ ഓരോരുത്തരെയും അവിടങ്ങളിൽ സുരക്ഷിതമായി കാത്തുപരിപാലിച്ച അങ്ങയുടെ വലിയ സ്നേഹത്തിനായി കൃപയ്ക്കായി ഒരു പ്രാവശ്യം കൂടെ അടിയങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. അടിയങ്ങളുടെ സമർപ്പണത്തെ അവിടുന്ന് സ്വീകരിക്കണമേ കർത്താവേ. വന്നു പോയിട്ടുള്ളതായ തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങൾ ക്ഷമിക്കുകയും അവിടുന്ന് ഞങ്ങൾക്ക് അനുവദിച്ചിരുന്നതായ ദിവസങ്ങളും നിമിഷങ്ങളും ഞങ്ങൾ പൂർണ്ണമായി അങ്ങയിൽ സമർപ്പിക്കപ്പെട്ടവരായി അങ്ങയുടെ ഹിതം അനുസരിച്ച് മാത്രം ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുകയാണ്. ഓരോ ഉള്ളങ്ങളോടും കർത്താവ് ഇടപെടണമേ. ആവശ്യമാകുന്ന ദൈവിക ആലോചന അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം സംസാരിക്കുന്ന ദാസനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ ഹിതപ്രകാരം ക്രൂശിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ആലോചന ഞങ്ങളെ കേൾപ്പിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷികമായ ശബ്ദം കേൾക്കുവാനല്ല കർത്താവേ, അവിടുത്തെ ശബ്ദം തന്നെ കേൾക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ കാതുകളെയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളെ തുറക്കണമേ കർത്താവേ. ഞങ്ങളത് കേട്ട് വെറുതെ കേൾക്കുന്നവരായിട്ട് മാത്രമല്ല, അത് കേട്ട് അനുസരിക്കുന്നവരായി തീരുവാൻ ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ അത് പ്രാവർത്തിയാക്കാൻ ഞങ്ങളെ സഹായിക്കണം. ശുശ്രൂഷ അവിടുന്ന് മാനിക്കണം. ആദ്യോടന്തം അവിടുത്തെ നടത്തിപ്പുണ്ടാകണം. സകല മാനവും മഹത്വം അവിടുന്ന് എടുക്കണം. സകലതും ഞങ്ങൾക്ക് ജീവൻ തന്ന അരുമരക്ഷന്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ഈ സമയത്ത് നമുക്കൊരു പ്രത്യേക ഗാനം കേൾക്കാം. അതിനായി പാസ്റ്റർ മാത്യു എം ജോർജിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. പാസ്റ്റർ മാത്യു എം ജോർജ്. സൃഷ്ടിയാ
പകർന്നല്ലോ പുതുജീവൻ, നാം പുതിയ സൃഷ്ടിയാ. സ്തുതിക്കു യോഗ്യനെന്നും എൻ്റെ യേശു മാത്രമാം. സ്തുതിക്കു യോഗ്യനെന്നും എൻ്റെ യേശു മാത്രമാം. തന്നു നമ്മെ നാൾ തോറും നടത്തിടും. നന്മ തന്നു നമ്മെ നാൾ തോറും നടത്തിടും. വൻവിനകൾ വന്നീടിൽ വരുമല്ലോ ചാരെ നീ. വൻവിനകൾ വന്നീടിൽ വരുമല്ലോ ചാരെ നീ. സ്തുതിക്കു യോഗ്യനെന്നും എൻ്റെ യേശു മാത്രമാം. സ്തുതിക്കു യോഗ്യനെന്നും എൻ്റെ യേശു മാത്രമാം. ദൈവമേ നിൻ സ്നേഹം ഞാനോർക്കും നന്ദിയാ. ദൈവമേ നിൻ സ്നേഹം ഞാനോർക്കും നന്ദിയാ. പാടിയിടും സ്തുതിഗീതം എന്നെ വീണ്ടെടുത്തതാ. പാടിയിടും സ്തുതിഗീതം എന്നെ വീണ്ടെടുത്തതാ. സ്തുതിക്കു യോഗ്യനെന്നും എൻ്റെ യേശു മാത്രമാം. സ്തുതിക്കു യോഗ്യനെന്നും എൻ്റെ യേശു മാത്രമാം. മനോഹരമായ ഗാനം പാടിയ പാസ്റ്റർ മാത്യു എം ജോർജിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും ഇതുപോലെയുള്ളതായ നല്ല ഗാനങ്ങൾ പാടി ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനിയുമുള്ള സമയം നമുക്ക് തിരുവേനത്ത് നിന്ന് ശ്രമിക്കാനുള്ള സമയമാണ്. ഇന്നത്തെ തിരുവേന ശുശ്രൂഷയ്ക്കായി നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ AJ ടിറ്റോ ആണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. നമ്മുടെ സൗന്ദര്യ സഭയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് ഇപ്പോൾ വിശ്രമ ജീവിതത്തിലായിരിക്കുന്ന അദ്ദേഹം വിശ്രമത്തിലാണെങ്കിലും സുവിശേഷ വേലയിൽ നിന്ന് വിശ്രമിക്കാതെ നിതാന്തമായി പരിശ്രമിക്കുന്ന ഒരു ദൈവദാസനാണ്. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഉള്ളതിൽ അധികം സന്തോഷം. ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ വിശുദ്ധ ശബത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ അവസരം തന്ന ആലപ്പുഴ പത്തനംതിട്ട സഭയുടെ നേതാക്കന്മാർക്കും ഭാരവാഹികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ശ്രവിക്കുന്നവർ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം രേഖപ്പെടുത്തുന്നു. നാം അതിപ്രധാനമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ കാലഘട്ടം ലോകത്തിൽ ആകമാനം വമ്പിച്ച പ്രയാസങ്ങളെയും അതുപോലെ വമ്പിച്ച പ്രതിബന്ധങ്ങളെ നേരിട്ടുകൊണ്ട് മനുഷ്യരാശി ആകമാനം സർവഭൂഖണ്ഡങ്ങളിലും ലോകത്താകമാനവും കൊറോണയുടെ വ്യാപനത്തിൽ സംഭീതരായിരിക്കുന്ന ഈ വേളയിൽ ഈ സംഭീതിയെ അകറ്റുന്നതിന് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ 41-ാം അധ്യായം 10-ാമത്തെ വചനം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട്. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കും. This is a great promise. Never be afraid. Don't be frightened. I am with you. And my righteous right hand will deliver you. This is a great promise. ആയതിനാൽ ലോകത്താകമാനം
കൊറോണയുടെ സംഭീതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമായുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ പ്രത്യാശയിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയും അവനിൽ ആശ്രയിക്കുന്നതിന് ഉത്ബോധിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ മധ്യാഹ്ന വേളയിൽ സുപ്രധാനമായൊരു പഠനത്തിലേക്ക് നാം കടക്കുകയാണ്. നാം ഇന്ന് കടക്കുന്ന പഠനം വിശുദ്ധ വെളിപ്പാടിൻ്റെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിനെ അധികരിച്ചുള്ളതാണ്. വിശുദ്ധ വെളിപ്പാടിൻ്റെ പ്രവചനം ലോകത്താകമാനം നമ്മൾ സെവന്ത് ഡേ അഡ്വെന്റിസ്റ്റുകാരെന്ന നിലയിൽ മുന്നറിയിപ്പിൻ്റെ ദൂതുകളായിട്ട് വിവരണം ചെയ്തുകൊണ്ട് പ്രസ്താവിച്ചുകൊണ്ട് ലോകത്തെമ്പാടും സഞ്ചരിക്കുകയാണ്. ഈ സഞ്ചാര മധ്യത്തിൽ ഈ അപ്പക്കാലിപ്സ് അഥവാ ഈ കർട്ടനെ വിടർത്തി ലോകവ്യാപകമായിട്ട് ലോക മനുഷ്യരാശിക്ക് ആകമാനമായിട്ട് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് ഈ 22 അധ്യായങ്ങളും വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇന്ന് 16-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ പ്രസംഗത്തിൻ്റെ തലക്കെട്ട് ദൈവവ്യവസ്ഥിതിയും ദൈവരാഹിത്യ ത്രിമൂർത്തികളും എന്ന് അതിനെ ആസ്പദമാക്കി, ദ ട്രിയൂൺ പവർ ഓഫ് ഗോഡ് എഗൻസ്റ്റ് ഗോഡ് ആൻഡ് ഹിസ് ഗവൺമെൻറ് എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു, ഉൽപ്പത്തി പുസ്തകം മുതൽ കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രസ്ഥാനത്തെയും ദൈവിക ഭരണകൂടത്തെയും ദൈവിക നിയമങ്ങളെയും അട്ടിമറിക്കുന്നതിന് പിശാചിൻ്റെ സമ്മിശ്രമായ സംഘടിതമായ സംഘർഷഭരിതമായ സ്ഥിതിവിശേഷങ്ങൾ ലോകത്തിലുണ്ടായിട്ടുണ്ട്. ചരിത്രത്തിലാകമാനം പരിശോധിക്കുന്ന വേളയിൽ നമ്മൾക്കത് വ്യക്തമായി കാണുവാൻ സാധിക്കും. നോഹയുടെ കാലത്തിൽ 120 സംവത്സരക്കാലം പ്രസംഗിച്ച നോഹ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഭ്രാന്തനെന്ന് അന്നത്തെ സമൂഹം വിളിച്ചു. എന്നാൽ അദ്ദേഹം അനുസ്യൂതമായിട്ട് 120 സംവത്സരക്കാലം പ്രസംഗിച്ചു. അതിൻ്റെ അനന്തരഫലമായിട്ട് ജനങ്ങളെല്ലാവരും ഒരു നഷ്ടക്കച്ചവടത്തിലേക്ക് അവർ ഏർപ്പെട്ടതായിട്ട് നമ്മൾ കാണുകയാണ്. ആത്യന്തികമായിട്ട് 8 പേരടങ്ങുന്ന നോഹയും നോഹയുടെ ഭാര്യയും മക്കളും അവരുടെ കുടുംബങ്ങളും അടങ്ങുന്ന 8 പേർ രക്ഷപ്പെട്ട ഒരു വലിയ ഒരു വേർപെട്ട ഒരു വീണ്ടെടുക്കപ്പെട്ട അഥവാ ഒരു ശേഷിപ്പിൻ്റെ പ്രസ്ഥാനത്തെപ്പറ്റി നമ്മൾ ജലപ്രളയ കാലഘട്ടത്തിൽ കാണുകയാണ്. ലോകാവസാനത്തിൽ ഇതുപോലെ സമ്മിശ്രമായ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് വെളിപ്പാടുകാരൻ ആത്യന്തികമായിട്ട് പ്രസ്താവിച്ചിരിക്കുന്നു. ദ റെവലേറ്റർ ഗിവ്സ് us a warning that we should be aware of, the entire world should be aware of. കാരണം വിശുദ്ധ വേദപുസ്തകം പ്രഖ്യാപിക്കുന്നത് 3 അശുദ്ധാത്മാക്കൾ തവളയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവയെ ഭൂതാത്മാക്കൾ എന്നാണ് വേദപുസ്തകം നാമകരണം ചെയ്യുന്നത്. വിശുദ്ധ വെളിപ്പാടിൻ്റെ പ്രവചനം 16-ാമത്തെ അധ്യായം 13, and I saw 3 unclean spirits like the frogs come out of the mouth of the dragon. പഴയ പാമ്പിൻ്റെ വായിൽ നിന്ന്, കള്ളപ്രവാചകന്റെ വായിൽ നിന്ന്, മൃഗത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ത്രിവിധ പ്രസ്ഥാനങ്ങളുടെ ദൈവിക ശക്തിക്കും ദൈവിക രാജ്യത്തിനും വിരുദ്ധമായ ഒരു മുക്കൂട്ട് കക്ഷി സഖ്യത്തെപ്പറ്റി വേദപുസ്തകം പ്രഖ്യാപിക്കുകയാണ്. നാം കേരളത്തിലെല്ലാം ഈ മുക്കൂട്ട് മുന്നണിയെയും ഐക്യ സഖ്യങ്ങളെയും പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ വിവിധ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭരണം കൈവരിക്കുന്നതിന് വേണ്ടി അവരൊത്തൊരുമിച്ച് കൂടി ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ച് അധികാരത്തിൽ വരികയും പിന്നെ ഛിന്ന ഭിന്നമായ കഥകൾ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെമ്പാടും നമ്മൾ കാണുവാൻ സാധിക്കും. ഇവിടെ വേദപുസ്തകം പ്രഖ്യാപിക്കുന്നത് അഖിലാണ്ടത്തിൻ്റെ നിർമ്മാതാവായ സാപത്തിൻ്റെ കർത്താവായ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ രാജാധിരാജാവായി പ്രത്യക്ഷപ്പെടുവാൻ പോകുന്ന യേശു മഹാരാജാവിൻ്റെ സഭയ്ക്കും പ്രസ്ഥാനത്തിനും അവൻ്റെ രാജ്യത്തിനും വിപരീതമായിട്ട് ഒരു ത്രിവിധ ശക്തികൾ, എ ട്രൈയൂൺ പവർ വിച്ച് ഈസ് അഗൻസ്റ്റ് ഗോഡ് ആൻഡ് ഹിസ് കിങ്ഡം ആൻഡ് God and his establishment, God and his empire, and we have to really understand this evening, this afternoon about this. വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത് മൃഗത്തിൻ്റെയും കള്ളപ്രവാചകന്റെയും അതുപോലെ പഴയ പാമ്പിൻ്റെയും വായിൽ നിന്ന് 3
ഭൂതാത്മാക്കൾ പുറപ്പെട്ടു ലോകത്താകമാനം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ദൈവനിഷേധിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവരാഹിത്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവര് അഖില ലോകത്തിലും ഒരു സംഘടിതമായ ഈ ത്രിവിധ ശക്തി ദൈവരാജ്യത്തിനും യേശുക്രിസ്തുവിൻ്റെ പ്രസ്ഥാനത്തിനും യേശുക്രിസ്തുവിൻ്റെ സഭയ്ക്കും യേശുക്രിസ്തുവിൻ്റെ വിശ്വാസ സംഹിതകൾക്കും അവൻ്റെ പ്രമാണങ്ങൾക്കുമെതിരായി ഒരു സംഘടിതമായ ശക്തിയെപ്പറ്റി വേദപുസ്തകം മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രിയമുള്ളവരെ, എന്താണ് ഈ ത്രിവിധ ശക്തികൾ? ഈ ത്രിവിധ ശക്തികളെ നാം വസ്തുനിഷ്ഠമായിട്ട് സെവന്ത് ഡേ അഡ്വെന്റിസ്റ്റുകാരെന്ന നിലയിൽ അറിയിക്കുകയും ചെയ്യേണ്ടത് ത്രിവിധ ദൂതുകളുടെ അവിഭാജ്യമായൊരു ഭാഗം തന്നെയാണ്. വിശുദ്ധ വെളിപ്പാടിൻ്റെ പ്രവചനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഡ്രാഗൺ, അവനാണ് അധ്യക്ഷ സ്ഥാനം. ഈ ത്രിമൂർത്തികളുടെ അധ്യക്ഷ പദവി അഥവാ അതിൻ്റെ പ്രസിഡന്റ് ഡ്രാഗൺ അഥവാ പഴയ പാമ്പ്, പിശാച്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8:44 പറയുന്നത് പിശാച് അവൻ വ്യാജത്തിൻ്റെ ഭാഗവും വ്യാജത്തിൻ്റെ പിതാവുമത്രേ. ഹി ഈസ് ദ ഫാദർ ഓഫ് ലൈസ്. പ്രിയമുള്ള സ്നേഹിതരെ, ഈ വ്യാജങ്ങളുടെ പിതാവാണ് ഈ ത്രിമൂർത്തി സഖ്യത്തിന് അധ്യക്ഷം വഹിക്കുന്നത്. എന്താണ് ഈ അധ്യക്ഷനായ പിശാച് പഴയ പാമ്പ് ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഹൗവയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന സംസാരിക്കുന്ന പാമ്പ്. ഇതിനെ ഇംഗ്ലീഷ് ഭാഷയിൽ അറിയപ്പെടുന്നത് വെൻട്രലോക്കിസം എന്നാണ്. അർത്ഥം, നിങ്ങളുടെ ഒരു കാഴ്ച ബംഗ്ലാവിൽ നിങ്ങൾ സംസാരിക്കുന്ന സർപ്പത്തെ കണ്ടുമുട്ടുകയില്ല. എന്നാൽ ആ അതിമനോഹരമായ പാമ്പ്, അതിമനോഹര രൂപിണിയായ ഹൗവയോട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത്, ദൈവം എന്തെങ്കിലും ഈ തോട്ടത്തിൽ നിഷേധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആ കായ് ഭക്ഷിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ ദൈവത്തെപ്പോലെ ആയിത്തീരുകയും ചെയ്യും. ഇതാണ് വ്യാജത്തിൻ്റെ ആരംഭം. ഇറ്റ് ഈസ് ദ ഒറിജിൻ ഓഫ് ദ ലൈഫ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്. ഇൻ ദ ഹ്യൂമൻ ഹിസ്റ്ററി, Satan, the serpent, intervenes and falsity is presented as truth. വ്യാജത്തെ സത്യമെന്ന നാമത്തെ ഹവ്വ പറഞ്ഞത്, ഈ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തിന്നാം, നന്മ തിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും എന്നുള്ള ദൈവ നിയമങ്ങൾക്ക് വിരോധമായിട്ട് പഴയ പാമ്പ് എന്ന പിശാച് ലൂസിഫർ അവൻ അവതരിപ്പിച്ച ആ തത്വസംഹിത, നിങ്ങൾ ഇത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും യു വിൽ ബിക്കം ആസ് ഗോഡ് ഹിംസെൽഫ്. വ്യാജത്തിൻ്റെ ആ നിസ്സീമമായ അതിരുകളെപ്പറ്റി നിങ്ങൾ ഈ മധ്യാഹ്നത്തിൽ അറിഞ്ഞിരിക്കണം. ഏദൻ തോട്ടത്തിൽ ആരംഭിച്ച് ലോകത്തെമ്പാടും പടർന്നു പന്തലിക്കുന്ന വ്യാജ സംഹിതകൾ, ഉദാഹരണത്തിന് ഡാർവിൻ്റെ സിദ്ധാന്തം, അതുപോലെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന കമ്മ്യൂണിസം, റാഡിക്കൽ ഫിലോസഫീസ്, അതുപോലെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്ന ആഗ്നോസ്റ്റിസിസം. നെഹ്റു മുതലായ ആളുകൾ, നമ്മുടെ ശ്രീ AK ആൻ്റണി മുതലായ ആളുകൾ പറയുന്നത് ദൈവം ഉണ്ടോ ഇല്ലയോ ഞങ്ങൾക്കറിയാൻ പാടില്ല. എന്തൊരു തെറ്റിദ്ധാരണജനകമായ ഒരു സ്ഥിതിവിശേഷമാണ്. വലിയ വലിയ ഉത്തരവാദിത്വത്തിലിരിക്കുന്നവർ പറയുന്നത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല. We do not know whether there is a God existing or not. It is called agnostic theory. എന്താണ്? ഉണ്ടോ ഇല്ലയോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴികളെല്ലാം തിരഞ്ഞെടുക്കാം. എന്നാൽ വിശുദ്ധ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത് പിശാചിൻ്റെ ഈ തത്വസംഹിതയെ ഖണ്ഡിതമായി ഖണ്ഡിക്കുന്ന യേശു മഹാരാജാവ്, യേശുവിൻ്റെ പ്രമാണവും കൽപ്പന, ദ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ജീസസ് ടു ആഡം ആൻഡ് ഈവ് വേർ യു ഷാൽ നോട്ട് ഈറ്റ് the forbidden food. On the day you eat, you shall die. ഇതാണ് വേദപുസ്തകത്തിൻ്റെ നിർഭാഗ്യവശാൽ ശക്തികൾ ഇതിനെതിരാണ്.
പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ത്രിവിധ ശക്തികൾ ആഗോള വ്യാപകമായിട്ട് ദൈവരാഹിത്യത്തെ അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ 4-ാം കൽപ്പനയ്ക്കെതിരായിട്ട് ലോകവ്യാപകമായ ഒരു സംഘടിത വിശുദ്ധ സാബത്തിനെതിരായിട്ട് ലോകവ്യാപകമായ ഒരു ഞായറാഴ്ച പ്രസ്ഥാനത്തെ ഇന്നത്തെ അപ്പോസ്റ്റേറ്റ് പ്രൊട്ടസ്റ്റാന്റിസം കെട്ടിപ്പടുത്തിരിക്കുകയാണ്. റോമാ പള്ളി രൂപപ്പെടുത്തിയ, റോമാ പാപ്പാത്വം രൂപപ്പെടുത്തിയ ഞായറാഴ്ച ആചാരത്തിന് കുടപിടിച്ചുകൊണ്ട് ലോകത്തിലെമ്പാടുമുള്ള പ്രൊട്ടസ്റ്റാന്റുകാർ ഞായറാഴ്ച എന്ന വേദവിരുദ്ധമായ ഒരു ആരാധനയെ തല്ലിക്കൂട്ടി രംഗപ്രവേശം ചെയ്യിച്ചുകൊണ്ട് ഈ ത്രിവിധ ശക്തികൾ അജയ്യമായവരുടെ യാത്ര തുടരുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 1964 അന്ന് ബഹുമാനപ്പെട്ട പോപ്പോ ഓവൽ ഗ്രൗണ്ട് ബോംബെയിലെത്തിയപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് എയർപോർട്ടിൽ അദ്ദേഹം ഭൂമിയെ നമസ്കരിച്ചു. അന്നത്തെ ലോകത്തിലെ എല്ലാ പത്രങ്ങളും, മലയാള മനോരമയും ഇന്ത്യൻ ഭാഷകളിലും ഉള്ള എല്ലാ ഇംഗ്ലീഷ് പത്രങ്ങളും മറ്റ് ഭാഷകളും എഴുതി പോപ്പ് ഭൂമി ദേവിയെ വണങ്ങുന്ന പോപ്പ്. അതിനുശേഷം എവിടെയെല്ലാം പോപ്പ് ലോകത്തിൽ സഞ്ചരിക്കുന്നുവോ വിമാനത്തിൽ നിറങ്ങി ഭൂമിയെ അപ്പോൾ ഇന്ത്യക്ക് സന്തോഷമാണ്. കാരണം ഭൂമി ദേവിയെ ദൈവമായിട്ട് ചിത്രീകരിക്കുന്ന ഈ മഹാഭാരതത്തിൽ വിഗ്രഹാരാധനയിൽ സമ്പൂർണമായിട്ട് തകർന്നിരിക്കുന്ന ഈ മഹാരാജ്യത്തിൽ ദൈവകൽപ്പനയ്ക്കെതിരായ മാനുഷിക ചട്ടങ്ങളെ കെട്ടിപ്പടുത്തിരിക്കുന്ന റോമാ പള്ളികളും മറ്റിതര പ്രൊട്ടസ്റ്റാന്റ് പള്ളികളും നിലനിൽക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ പിശാച് പറയുകയാണ്, സാബത്തെല്ലാം അപ്രസക്തമാണ്. ദ ഹോളി സാബത്ത് ഈസ് നോട്ട് റെലവൻറ്റ്. അതാണ് പിശാചിൻ്റെ ആരോപണം. ഈ ത്രിവിധ ശക്തികൾ, അതിന് നേതൃത്വം കൊടുക്കുന്ന, അതിൻ്റെ യജമാനനായ, അതിൻ്റെ അധ്യക്ഷനായ പിശാച് ദൈവകൽപ്പനയ്ക്കെതിരായിട്ട് വജ്രായുധം ഉപയോഗിച്ചുകൊണ്ട് അഖില ലോക വ്യാപകമായിട്ട് ശക്തികളെയും പ്രസ്ഥാനങ്ങളെയും രാഷ്ട്രങ്ങളെയും രാജ്യങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് അവൻ സഞ്ചരിക്കുകയാണ്. അവൻ്റെ സഞ്ചാരത്തിൽ എന്താണ്? ശാസ്ത്രജ്ഞന്മാരെയും അതുപോലെ വലിയ പണ്ഡിതന്മാരെയും ഭാഷാ പണ്ഡിതന്മാരെയും വ്യാകരണ വൈകാരിക നേതാക്കന്മാരെയും ഫിലോസഫർമാരെയും തത്വജ്ഞാനികളെയും രാഷ്ട്രമീമാംസകരെയും എല്ലാം അണിനിരത്തിക്കൊണ്ട് അവൻ പ്രഖ്യാപിക്കാണ്, സാബത്ത് അതിന് പ്രസക്തിയില്ല. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പുറപ്പാട് 20:8 മുതൽ 11 വരെ ചൂണ്ടിക്കാണിക്കുന്നത് റിമെമ്പർ ദ സാബത്ത് ഡേറ്റ്, വിശുദ്ധ സാബത്തിന് വിശുദ്ധമായി ആചരിക്കാൻ ഓർക്ക. 6 ദിനം കൊണ്ട് ദൈവം ആകാശവും ഭൂമിയും അതിലുള്ള ചരാചരങ്ങളൊക്കെയും സൃഷ്ടിച്ചു. 7-ാം ദിനത്തെ ശുദ്ധീകരിച്ചു, അനുഗ്രഹിച്ചു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും വേലക്കാരനും വേലക്കാരത്തെയും പടിവാതിൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ ദൈവം 7-ാം ദിവസത്തെ ശുദ്ധീകരിച്ചു, അനുഗ്രഹിച്ചു എന്നുള്ള 4-ാം കൽപ്പന അപ്രസക്തമായിട്ട് പിശാചിൻ്റെ നേതൃത്വത്തിൽ ഈ ത്രിവിധ ശക്തികൾ ഒരു വ്യാജ മതത്തെ അങ്ങ് വടക്കൻ അമേരിക്ക മുതൽ കന്യാകുമാരി വരെയും കെട്ടിപ്പടുത്തിരിക്കുകയാണ്. ഈ വ്യാജമതത്തിനും ബാബിലോണിൻ്റെ ഈ അധികാര ദുർവിനിയോഗത്തിനും ദുരാചാരങ്ങൾക്കും എതിരായിട്ട് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാർ ലോകവ്യാപകമായിട്ട് കാഹളധ്വനികൾ ഊതേണ്ട കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കൊറോണയുടെ നാമത്തിൽ നമ്മൾ വെറുതെ ഇരുന്ന് നഷ്ടപ്പെടുത്തേണ്ട ഒരു സമയത്തിലല്ല, മറിച്ച് ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ പിശാച് ആത്യന്തികമായിട്ട് ലോകത്തെമ്പാടും ഭീതിപ്പെടുത്തി ദൈവരാജ്യത്തിനും ദൈവത്തിനുമെതിരായിട്ടുള്ള സംഘടിതമായ ശ്രമങ്ങളും ദൈവം നീതിമാനല്ല, അവൻ ഇപ്രകാരം രോഗങ്ങൾ കൊണ്ടുവരുന്നവർ എന്ന വ്യാജപ്രചാരണം ലോകത്തിലെമ്പാടും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാച്, ഈ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന പിശാച് അവൻ പറയുകയാണ്, ഇതൊന്നും വേണ്ട, ഇന്ന് കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് കാര്യങ്ങൾ അവധി.
പ്രിയമുള്ള സബന്ധിരെ അഡ്വെന്റിസ്റ്റുകാരെ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഉണരേണ്ട നാഴികയാണ്. അപ്പോസ്തലനായ പൗലോസ് 11-ാം അധ്യായം 13-ാം അധ്യായം റോമറിൽ ചൂണ്ടിക്കാണിക്കുന്ന ടുഡേ ഈസ് ദ ഡേ ഓഫ് ടൈം, ടുഡേ ഈസ് ദ അക്സെപ്റ്റഡ് ടൈം, അറൈസ് ആൻഡ് കം ഔട്ട് ഓഫ് സ്ലീപ്പ്. എഴുന്നേറ്റ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഈ സദ്ദിനത്തിന് ലോകാവസാനത്തിൻ്റെ കാഹളധ്വനികൾ മുഴക്കുവീൻ. പിശാച് ആത്യന്തികമായി ആധ്യക്ഷം വഹിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന വ്യാജ ഭൂതാത്മാക്കളെ തിരിച്ചറിയുവീൻ. രണ്ടാമത്തെ ശക്തി ഏതാണ്? കള്ളപ്രവാചകൻ, ഫോൾസ് പ്രോഫിറ്റ്സ്. വിശുദ്ധ മത്തായി 24-ാമത്തെ അധ്യായത്തിൽ കള്ളപ്രവാചകന്മാർ കർത്താവായ യേശു ക്രിസ്തു ലോകാവസാന ലക്ഷ്യം കണ്ടങ്ങളുടെ ഭാഗമായി പറഞ്ഞത്, അവിടെയും ഇവിടെയും ക്രിസ്തുക്കൾ പ്രത്യക്ഷപ്പെടും. ഇന്ന് മെഗലോമാനിയ എന്നുള്ളൊരു രോഗം ഡോക്ടർമാർ, അർത്ഥം ഞാൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുന്നവർ. ഞാൻ ഏകദേശം 40 കൊല്ലം മുമ്പ് കോട്ടയത്ത് പ്രസംഗിക്കുമ്പോൾ അവിടെ 6 അടി ഉയരത്തിലുള്ള ഒരു വളരെ സുന്ദരനായ ഒരു പുരോഹിതൻ, അദ്ദേഹം പറഞ്ഞു അദ്ദേഹം യേശു ക്രിസ്തുവാണെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ലോകത്താകമാനം ആശ്രമങ്ങളും അതുപോലെ പിശാചിൻ്റെ തട്ടിപ്പോടും സേവയോടും കൂടിയ പിശാചി സേവാ കേന്ദ്രങ്ങളും അതുപോലെ പുണ്യവാളന്മാരുടെയും മാതാവിൻ്റെയും എല്ലാം നാമത്തിലുള്ള വ്യാജ പ്രസ്ഥാനങ്ങൾ ലോകത്തെമ്പാടും മുളച്ച് തഴച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കള്ളപ്രവാചകന്മാരെ ബിവെയർ ഓഫ് ഫോൾസ് പ്രോഫിറ്റ്സ്. ഞാൻ ഇന്ത്യയിലെ മിക്കവാറും ആശ്രമങ്ങളിൽ നടന്നൊരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവസാനമായി സഞ്ചരിച്ച സ്ഥലം പുട്ടപ്പാർത്തിയിലെ ശ്രീ സത്യസായി ബാബയുടെ കേന്ദ്രമാണ്. അദ്ദേഹം അതിബുദ്ധിമാനാണ്. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ യേശു ക്രിസ്തുവിൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ശിവൻ്റെയും നബിയുടെയും എല്ലാം കൂടെ ഒരു പടങ്ങൾ. ഇതല്ലേ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം? ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം മരിച്ചുപോയ ചില ആളുകളുടെ ഫോട്ടോകളോ അഥവാ മരിച്ചുപോയവരെന്ന് നാം പ്രതിപാദിക്കുന്ന പുണ്യവാളന്മാരുടെ നാമധേയത്തിലുള്ള പ്രസ്ഥാനങ്ങളോ അഥവാ തീർത്ഥാടനങ്ങളോ ഒന്നുമല്ല ഈ കാലം. മറിച്ച് യേശുവായ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പിശാചിൻ്റെ തട്ടിപ്പിൽ നിന്ന് ഐകമത്യേന രംഗപ്രവേശം ചെയ്ത എ ഡെലിവറൻസ് ഫ്രം ദ പവർ ഓഫ് സൈറ്റൻ ആൻഡ് ഫ്രം ദ പവർ ഓഫ് ഫോൾസ് പ്രോഫിറ്റ്സ്. ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. ഇത് പ്രസ്താവിക്കുന്ന അന്താരാഷ്ട്ര ദൈവിക പ്രവചന പ്രസ്ഥാനമായ സെവന്ത് ഡേ അഡ്വെന്റിസം ഈ കാലഘട്ടത്തിൻ്റെ വളരെ പ്രസക്തമായ പ്രസ്ഥാനമാണ്. The Seventh Day Adventist prophetic movement is most relevant today. നിങ്ങളാരും ചിന്തിക്കരുത് ഇത് 1000 പള്ളികളുടെ കൂട്ടത്തിലുള്ള 1001ാമത്തെ ഒരു പള്ളിയല്ലേ ഇത്. മറിച്ച് സമയകാലത്തിൻ്റെ പൂർണ്ണതയിൽ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടതുപോലെ ലോകാവസാനത്തിലെ ഏകദേശം 165-170 സംവത്സരങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട, എന്നാൽ ഏദൻ പർദീസയിൽ സ്ഥാപിതമായ സാബത്ത് ആരാധന. 2 സ്ഥാപനങ്ങൾ ഉൽപ്പത്തിയിലുണ്ടായി. സാബത്ത് ആരാധനയും വിശുദ്ധ വിവാഹവും. ലോകവ്യാപകമായിട്ട് പിശാച് ഈ 2 ലോകവ്യാപകമായ സ്ഥാപനങ്ങളെ തകർക്കുന്നതിന് അവൻ ശ്രമിച്ചു. അവൻ പിശാച് അതിൽ സമ്പൂർണ്ണ വിജയശ്രീലാളിതനാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കള്ളപ്രവാചകന്മാർ വേണ്ടി വന്നാൽ മെഗലോമാനിയ യേശുവാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ സംഘടിതമായ ഒരു ദൈവരാഹിത്യ പ്രസ്ഥാനം ഇന്ന് ലോകത്തിൽ. നിങ്ങൾ വളരെ പെട്ടെന്ന് കേൾക്കും, വേളാങ്കണ്ണിയിലും ഗുരുവായൂരിലും ശബരിമലയിലും തിരുനക്കരയിലും പാമ്പാടിയിലുമെല്ലാം യേശു ക്രിസ്തു. അവിടെ എങ്ങും ചെന്നേക്കരുത്, യേശു ക്രിസ്തു അല്ല. യേശു ക്രിസ്തു അങ്ങനെയല്ല വരുന്നത്. 1 തെസ്സലോനിയർ 4:14-16 വരെ അപ്പോസ്തലനായ പൗലോസ് ചൂണ്ടിക്കാണിക്കുക, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളധ്വനികളോടും ആകാശമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ ഹല്ലേലൂയ ശേഷം ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. The living saints will be translated before that. The dead in Christ, the dead saints will be resurrected. Amen. Hallelujah.
ആ മഹാദൈവം നമുക്ക് മുന്നറിയിപ്പ് തരുന്നത് കള്ളപ്രവാചകന്മാരുടെ പിടിയിൽ അമർന്നുകൊണ്ട് വേദരാഹിത്യവും വേദത്തിൽ നിന്ന് രൂപപ്പെടുത്തിയിരിക്കുന്ന വേദരഹിതമായ പഠനങ്ങളെയും ഞാൻ ഇന്നത്തെ നവീന വിഭാഗങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. വേദപുസ്തകത്തിൻ്റെ സത്യം പറഞ്ഞു കഴിയുമ്പോൾ അതിലെ പാസ്റ്റർമാരും നേതാക്കന്മാരും വിശ്വാസികളും പറയും, ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ, ഞങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടാകട്ടെ, ഞങ്ങൾക്കൊരു ദർശനമുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ദർശനം തരുന്നതിന് വേണ്ടി ഇത്രമാത്രം വില കുറഞ്ഞ ഒരു ദൈവത്തെയാണോ വേദപുസ്തകം? അല്ല. Jesus Christ, the sovereign creator of the universe, he is the Lord of the Sabbath, he is the redeemer of mankind, and that same Jesus, which is today, yesterday and tomorrow, the unchangeable, unalterable Jesus, is never a compromising Jesus. ഇന്നും ഇന്നലെയും നാളെയും മാറാത്തവനായ യേശു ക്രിസ്തു നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പിൻ്റെ പരിഹാരകനായിട്ട് വേദതത്വങ്ങളെ ഉപേക്ഷിക്കുന്ന ഒരു ക്രിസ്തുവിനെ അല്ല വേദപുസ്തകം ചൂണ്ടി. ഐ ആം ദാറ്റ് ഐ ആം. മോശയ്ക്ക് സംശയമുണ്ടായിരുന്നപ്പോൾ ഐ ആം ദാറ്റ് ഐ ആം സെൻഡ് യു ടു ഫാറോ. അതിനാൽ മോശയും അഹരോനും മിറിയവുമെല്ലാം ഐ ആം ദാറ്റ് ഐ ആം, അത് യേശു ക്രിസ്തു തന്നെയാണ്. ഇസ്രായേലിന് ഫറവോനിൽ നിന്ന് വിടുതൽ കൊടുക്കുന്നതിന് ഏകദേശം 18, 25, 36 ലക്ഷം ജനങ്ങളെ ഒത്തൊരുമിച്ച് വിഗ്രഹാരാധനയിൽ നിന്ന്, സൂര്യ ആരാധനയിൽ നിന്ന്, ബാൽ വിഗ്രഹങ്ങളുടെ സേവനത്തിൽ നിന്ന്, അഥവാ അന്നത്തെ പിശാചിന്റെ തട്ടകത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് ദൈവം തിരഞ്ഞെടുത്ത മോശെ എന്ന ദൈവ മനുഷ്യൻ, ദ മാൻ ഓഫ് ഗോഡ്, മോസസ് ദ ഡെലിവറർ, ശേഷം നയിച്ച സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. 3-ാമത്തെ ശക്തിയെപ്പറ്റി 16-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം ചൂണ്ടിക്കാണിക്കുന്നത് മൃഗം. അധ്യക്ഷനായ പിശാച്, കള്ളപ്രവാചകൻ ഇടത്തെ ചേർല്, വലത്തെ കസേരയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ബീസ്റ്റ് അഥവാ മൃഗം. വെളിപ്പാട് 13:18, 13th chapter of Revelation verse 18 says, ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യൻ്റെ സംഖ്യയാണ്, അത് 666, 666. ആരാണ് ഈ മൃഗം? നമ്മൾ ചരിത്രത്തിലൂടെ അവലോകനം ചെയ്യണം. ഞാൻ ജനിക്കുന്നതിന് 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മൃഗത്തെപ്പറ്റി വിശദീകരണം നടത്തിയിട്ടുണ്ട് 100 കണക്കിന് വേദപണ്ഡിതന്മാർ. 666 ബഹുമാനപ്പെട്ട പോപ്പിൻ്റെ കിരീടങ്ങളിലൊന്നിൽ എഴുതിയിരിക്കുന്ന ലത്തീൻ ഭാഷ ഇങ്ങനെയാണ്: വൈക്കാരിയസ് ഫിലിയായി ഡിയായി. ഡിയായി എന്നുള്ള ലത്തീൻ പദത്തിൻ്റെ അർത്ഥം ഡീറ്റി അഥവാ ദൈവമെന്നാണ്. ഫിലിയായി എന്നുള്ള ലത്തീൻ പദത്തിൻ്റെ അർത്ഥം പുത്രൻ എന്നാണ്. വൈക്കാരിയസ് എന്ന് പറഞ്ഞാൽ തനതായ, ദ യുണീക്ക്. പോപ്പ് അപ്പോസ്തലനായ അഥവാ ആദ്യത്തെ പോപ്പെന്ന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന പത്രോസിൻ്റെ സിംഹാസനത്തിൽ നിന്ന് പ്രസ്താവിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് തെറ്റാ, ഐ ആം അൻ ഇൻഫാലിബിൾ, ഐ ആം ഈക്വൽ ടു ഗോഡ്. ഇൻഫാലിബിലിറ്റി അവതരിപ്പിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു വ്യക്തി ബഹുമാനപ്പെട്ട പോപ്പാണ്. റോമൻ ലിപികളിൽ V = 5, I = 1, U = 5, ആ I = 1, അങ്ങനെ വൈക്കാരിയസ് = 112. ഫിലിയായി FI 1, L 50, I 1, I 1 53. DI D = 500, ഈക്ക് വിലയിൽ I = 501. നിങ്ങൾ കൂട്ടുമ്പോൾ C 100 കൂട്ടുമ്പോൾ 666. ഇതിനെ തള്ളുന്നതിന് വേണ്ടി ജസ്യൂട്ട് പാതിരിമാരുടെ നേതൃത്വത്തിൽ കൗണ്ടർ റിഫോർമേഷൻ 16-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ടിട്ട് ഇഗ്നോഷ്യസ് ലയോള പറഞ്ഞു, ഇത് എപ്പിഫാനസ് 4 എന്നവനെ പറ്റിയാണ്. ചരിത്രകാരന്മാർ വീണ്ടും പഠിച്ചു, ഇത് എപ്പിഫാനോസ് 4 പറ്റി അല്ല. തെളിവെന്താണ്? ദാനിയേലിന്റെ പ്രവചനം 7:25. അവൻ അത്യുന്നതന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും
സമയങ്ങളെയും കാലങ്ങളെയും മാറ്റുകയും കാലവും കാലങ്ങളും കാലാംശവും 3.5 കാലം നൽകിയിരിക്കുന്ന ഈ പ്രസ്ഥാനം ആഗോള വ്യാപകമായ ചരിത്രത്തിൽ 538 ആണ്ടില് ബോണഫൈസ് എട്ടാമൻ മുതൽ സുസ്ഥാപിതമായ പാപ്പാത്വം 1798 നെപ്പോളിയന്റെ സർവ്വസൈന്യാധിപനായിരുന്ന ബെർത്തിയർ അദ്ദേഹത്തെ ജയിലിലടക്കുകയും ജയിലിൽ അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. ലോകം വേദപുസ്തകം 13-ാം അധ്യായം വെളിപ്പാടിൽ ചൂണ്ടിക്കാണിക്കുന്നത് മൃഗത്തിന് മുറിവേറ്റു, മുറിവ് ഉണങ്ങി, സർവ്വലോകവും മൃഗത്തെ കണ്ട് അതിശയിച്ചു. The entire universe is marveling at the beast today. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പിശാച് അധ്യക്ഷനായ ഈ കസേരയിൽ അടുത്ത 2 കസേരകളിൽ ഉപവിഷ്ടനായിരിക്കുന്നത് കള്ളപ്രവാചകനും മൃഗം എന്ന അഖില ലോക റോമൻ പ്രസ്ഥാനത്തിൻ്റെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട്. റോമ പള്ളിയും കള്ളപ്രവാചകനും അതിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന പിശാചും ചേർന്ന് a triune power which is against the government of God. അതിനെപ്പറ്റിയാണ് അവന് ഭൂതാത്മാക്കൾ, തവളയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഈ ആത്മാക്കൾ, they are spirits of devil എന്നാണ് 16-ാം അധ്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് ഈ പിശാച് രൂപീകരിച്ചിരിക്കുന്ന ആഗോള വ്യാപകമായ ഈ ത്രിവിധ കൂട്ടുകെട്ടില്, ഈ മുക്കൂട്ടു മുന്നണിയില് അതിൻ്റെ കേന്ദ്ര നേതൃത്വവും അധ്യക്ഷ സ്ഥാനവും വഹിച്ചുകൊണ്ട് പിശാച് ലോകവ്യാപകമായ ദൈവകൽപ്പനാ ലംഘനത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെയാണ് പുറപ്പാട് 31:18 ചൂണ്ടിക്കാണിക്കുന്ന ദൈവം തൻ്റെ സ്വന്തം കരങ്ങളാൽ എഴുതി മോശെ ഏൽപ്പിച്ച കൽപ്പലകളായ 2 പലകളിലും അടങ്ങിയിരിക്കുന്ന സാക്ഷ്യങ്ങൾ നിസ്സാരമെന്നെണ്ണി തൃണവൽഗണിച്ചുകൊണ്ട് മുഴു ക്രിസ്തീയ ലോകവും അവരുടെ ജൈത്രയാത്ര തുടരുമ്പോൾ ഈ മധ്യാഹ്നത്തിലൊരു മുന്നറിയിപ്പ് തരികയാണ് ഞാൻ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ. ലോകമാസംഗനം പിശാച് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ക്രോശിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നതായിട്ട് അപ്പോസ്തലനായ പത്രോസ് 1 പത്രോസ് 5:8 രേഖപ്പെടുത്തിയിരിക്കുന്നു. ആഗോള വ്യാപകമായി പിശാചിന്റെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന കള്ളപ്രവാചകന്റെ സഹായത്തോടും മൃഗത്തിന്റെ ആ പിന്തുണയോടും കൂടെ ലോകവ്യാപകമായി കെട്ടിപ്പടുത്തിരിക്കുന്ന ഈ പ്രസ്ഥാനം വേദപുസ്തകരഹിതമാണ്. ഇറ്റ് ഈസ് ആന്റി ബിബ്ലിക്കൽ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മധ്യാഹ്നത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്നെ കേൾക്കുന്ന ലോകത്തിലെമ്പാടുമുള്ള എൻ്റെ സ്നേഹിതരോട്, അതുപോലെ സഹാനുഭൂതരായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട്, മധ്യവയസ്കരോട്, ചെറുപ്പക്കാരോട് പ്രസ്താവിക്കുന്നത് ഇതിനെപ്പറ്റി ബിവെയർ ഓഫ് ദ ട്രിയൂൺ പവർ വിച്ച് ഈസ് അഗൈൻസ്റ്റ് ഗോഡ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ്. ഈ മധ്യാഹ്നത്തിൽ നിങ്ങളൊരു തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. ആഗോള വ്യാപകമായിട്ട് പിശാചിൻ്റെ അധ്യക്ഷതയിൽ കള്ളപ്രവാചകന്റെ സഹായത്തോടും മൃഗത്തിൻ്റെ സഹായത്തോടും രൂപപ്പെട്ടിരിക്കുന്ന ഈ 3 ശക്തികളെയും വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത് ആത്യന്തികമായിട്ട് ഗന്ധകത്തിലും തീപ്പൊയ്കയിലും മൃഗവും കള്ളപ്രവാചകനും അതുപോലെ പിശാചിനെയും ചാമ്പലാക്കുവാൻ പോകുന്ന ആ സുദിനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ മഹാദിവസത്തില് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ആഹളധ്വനികളോടും കൂടെ ആകാശമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന മാരാനാഥ എന്ന് 1-ാം നൂറ്റാണ്ടിൽ പ്രഖ്യാപിച്ച ആ നവചൈതന്യമേറിയ ആ പുതിയ ആ സുദിനത്തിന് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മൃഗത്തിൻ്റെയും അതുപോലെ കള്ളപ്രവാചകൻ്റെയും അധ്യക്ഷനായ പിശാചിൻ്റെയും എല്ലാ ചങ്ങലകളിൽ നിന്നും ഊരി സ്വതന്ത്രരായി വിശുദ്ധ വേദപുസ്തകം 8:32 യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുന്നത് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങൾ സ്വതന്ത്രരാക്കുകയും ചെയ്യപ്പെടണം.
ഈ മധ്യാഹ്നത്തിൽ ആഗോള വ്യാപകമായി എന്നെ ശ്രമിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ലോകാവസാനം സമീപസ്ഥമായിരിക്കുന്ന 12-ാം മണി നേരം അടിക്കുന്നതിന് ക്ലോക്ക് അതിൻ്റെ ഘടികാരം ഒട്ടടുത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ സമയകാല പ്രവചനം നിറവേറിയതിന് ശേഷം 170ഓളം കൊല്ലം പിന്നിട്ടിരിക്കുന്ന പരിശോധന ന്യായവിധി ആരംഭിച്ചിട്ട് അത് തീരുവാനും, അതുപോലെ പ്രൊബേഷൻ നിങ്ങളുടെ കൃപാകാലം അവസാനിക്കുന്നതിനും വേണ്ടിയുള്ള സമയത്തിൻ്റെ ജൈത്രയാത്രയിൽ യേശു മഹാരാജാവിനെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിക്കുമോ? അവൻ്റെ പ്രമാണങ്ങളെയും അവൻ്റെ സാക്ഷ്യത്തെയും വെളിപ്പാട് 12:17 ചൂണ്ടിക്കാണിക്കുന്നത് അന്ത്യസഭയ്ക്ക് പിശാചിൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ ബാബിലോണിനും വ്യാജമതത്തിനും എതിരായിട്ട് 12:17 അവൻ അതും പിശാച് കോപിക്കുന്ന ഏക പ്രസ്ഥാനം ദൈവകൽപ്പനകളും യേശുവിൻ്റെ സാക്ഷ്യത്തെയും പിന്തുടരുന്ന അഖില ലോക പ്രവചന പ്രസ്ഥാനമായ സെവന്ത് ഡേ അഡ്വെന്റിസം, അതിൻ്റെ പ്രസക്തി, അതിൻ്റെ മാത്രം പ്രസക്തിയെ ഊന്നിപ്പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ആ യേശു മഹാരാജാവിൻ്റെ വീണ്ടും വരവിൽ ഇന്നു തന്നെ ദൈവകൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് പാപത്തെ ഉപേക്ഷിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവരാജ്യത്തിൻ്റെ പ്രഖ്യാപിതരായിട്ട് അതിൻ്റെ സാക്ഷികളായിട്ട് ലോകം മുഴുവൻ പുറപ്പെടുന്നതിന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആ തീരുമാനത്തിലേക്ക് ഇന്ന് വരുമെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. അഖിലാണ്ടത്തിൻ്റെ വാഴ്ത്തപ്പെട്ട ദൈവമേ, നീ രാജാധിരാജാവായിട്ട് വരുവാൻ പോകുന്നു. സ്തോത്രം. പിശാച്, കള്ളപ്രവാചകൻ, അതുപോലെ മൃഗവും കൂട്ടിയിരിക്കുന്ന മുക്കൂട്ട് ശക്തിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതിന് മുന്നറിയിപ്പ് തന്നിരിക്കുന്നതിനാൽ സ്തോത്രം. ആ മുന്നറിയിപ്പിനെ സ്വീകരിച്ചുകൊണ്ട് ദൈവകൽപ്പനകളും യേശുവിൻ്റെ സാക്ഷ്യവുമുള്ള ദൈവത്തിൻ്റെ ശേഷിപ്പ് സഭയുടെ അംഗങ്ങളായിട്ട് വിശുദ്ധ സാപത്തിനെയും മറ്റിതര കൽപ്പനകളെയും മുറുകെ പിടിച്ചുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവാത്മാവിലാൽ നിയന്ത്രിതരായിട്ട് മുന്നോട്ട് പോകുന്നതിന് എന്നെ കേൾക്കുന്ന സർവരെയും ആ തീരുമാനത്തിലേക്ക് അവരെ നയിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. മാരാനാഥ, യേശു വീണ്ടും വരണമേ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ആരാധനയുടെ അവസാനമായിട്ട് നമ്മുടെ സത്യപ്രദീപ ഗാനങ്ങളിൽ നിന്നും 116-ാമത്തെ പാട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ.
കർത്താവേ എൻ യാചന നൽകണമേ. കർത്താവേ എൻ യാചന നൽകണമേ. യേശുവിൻ മൂലമെൻ യാചന നൽകുമേ. യേശുവിൻ മൂലമെൻ യാചന നൽകുമെൻ നാശയിൽ കെഞ്ചിടുന്നേ. അല്ലാതെന്നിൽ ലേശവും നന്മയില്ലേ. അല്ലാതെന്നിൽ ലേശവും നന്മയില്ലേ. പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ എൻ യാചന നൽകണമേ. കർത്താവേ എൻ യാചന നൽകണമേ. ഒക്കെ പ്രാർത്ഥിക്കും. കർത്താവേ, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ആത്മാവിലും ആരാധിപ്പാൻ നീ ഞങ്ങളെ വീണ്ടും അവിടുന്ന് ഒരുക്കിയ കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പിന്നിട്ടതായ സമയങ്ങളും നിമിഷങ്ങളും ഒക്കെ കർത്താവേ, നിന്റെ ആ വലിയ സത്യങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കി ജീവിപ്പാൻ കർത്താവേ, നിനക്ക് വേണ്ടി ഞങ്ങൾക്കൊന്ന് ഒരുങ്ങി നിൽപ്പാൻ ദൈവം ഞങ്ങളെ അവിടുന്ന് ഒരുക്കുന്ന കൃപയെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേട്ടതായിരിക്കുന്ന നല്ല തിരുവചനത്തിനായി സ്തോത്രം. കർത്താവേ, വചനം സംസാരിപ്പാൻ പ്രിയദാസനെ ആ ക്രൂശിൻ്റെ മറവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ, തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ അത് ബലം പകരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവേ, ദൈവത്തിന് സ്തോത്രം, ദൈവവചനം കേട്ട് അനുസരിച്ച് ജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവ് വരെ നിൽപ്പാൻ നീ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതായ എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കുന്ന കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ശുശ്രൂഷയുടെ, ഞങ്ങളുടെ വിശുദ്ധ ശവത്തിൻ്റെ പ്രാരംഭം തൊട്ട് അവസാനം വരെയും നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ അവിടുന്ന് മറച്ചല്ലോ കർത്താവ്. നിന്റെ ആത്മാവിൽ അവിടുന്ന് ആരാധിപ്പാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളെ സമ്പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ദോഷത്തിൽ നിന്ന് വിടുവിക്കണമേ. എന്നുള്ള രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമായിട്ടുള്ളതാകുന്നല്ലോ. ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും, രോഗശൈലി കഴിയുന്നവരുടെ മേലും, അതുപോലെ ഈ കൊറോണ ബാധിതരായി വിലപിക്കുന്ന ആയിരങ്ങളുടെ മേലും, ലോകമെമ്പാടും ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലും ഇന്നും എന്നും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇത്രയും സമയം ഇന്നത്തെ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരുവാൻ നിങ്ങളെ ദൈവം ഇടയാക്കിയത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കേവർക്കുമുള്ളതായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഈ ശുശ്രൂഷകളൊക്കെ നമുക്ക് ലഭ്യമാക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇതിനുവേണ്ടി ക്രമീകരണം ചെയ്തതായ ആലപ്പുഴ 10 സെക്ഷനുള്ള ആ നേതൃത്വമുള്ളതായ നന്ദി രേഖപ്പെടുത്തുന്നു.
ഈ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ നിങ്ങളുടെ തുടർന്നുള്ളതായ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.